അത് നിങ്ങളുടെ മാത്രം ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അഡിക്ഷൻ ടു എ ഡിസ്ട്രാക്ഷൻ. ചില ആളുകൾക്ക് അത് മൊബൈലായിരിക്കും. എന്തുകൊണ്ടോ നമ്മുടെ ഈ ഡിസ്ട്രാക്ഷൻ കാരണം നമ്മുടെ മെയിൻ ഫോക്കസ് നമുക്ക് നഷ്ടപ്പെടുകയാണ് മെയിൻ ജോബിൽ. അങ്ങനെ നമുക്കൊരു അഡിക്ഷൻ നമ്മൾ അഡിക്ഷൻ മാറണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉള്ള ഈ മൊബൈൽ തരുന്ന ലഹരിയേക്കാൾ ലഹരി തരുന്ന മറ്റൊരു അഡിക്ഷനെ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കും. കഞ്ചാവ് പോയി കണ്ടെത്തണം എന്നല്ല, പക്ഷേ അതിനേക്കാൾ നമുക്ക് ഹാപ്പിനെസ് തരുന്ന, സന്തോഷം തരുന്ന മറ്റൊരു സംഭവം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കഞ്ചാവ് എന്ന് പറയുമ്പോൾ ആളുകൾ കഞ്ചാവ് ചെയ്യുന്നത് എന്തിനായിരിക്കാം? അവർക്ക് അതിൽ നിന്ന് കിട്ടുമ്പോൾ ഒരു ഹാപ്പിനെസ് വരുന്നുണ്ട്. അതായത് സിംപ്ലി ഡോപ്പമൈൻ ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ നിന്ന്, അവരുടെ അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റിയിൽ നിന്ന് അവർക്കത് കിട്ടുന്നില്ല. അപ്പോൾ അത് അവർ കൃത്രിമമായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുകയാണ്. പിന്നെ അതിലങ്ങനെ അഡിക്റ്റഡ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ ക്ലയൻസിൻ്റെ കോർ ടീമിന് വേണ്ടി റോസ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം ചെയ്തു. അപ്പോൾ അതിലന്ന് അവർ പറഞ്ഞു ഒരു 10 മിനിറ്റ് ഗ്യാപ്പ് കിട്ടി അപ്പോൾ മൊബൈൽ ചെയ്യുന്നു. അന്ന് ഞങ്ങളൊരു ഗെയിം സ്റ്റാർട്ട് ചെയ്തിരുന്നു, ഏജൻസി ഗെയിം ഉണ്ട്. 2 മണിക്കൂറോളം നീണ്ടു നിന്ന ഈ പ്രോഗ്രാമിൽ ഒരു സെക്കൻഡ് പോലും ഒരു മൊബൈലിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ചെറിയ കുട്ടികൾ കളിക്കുന്നത് പോലെ ആ ഗ്രൗണ്ടിൽ മൊത്തം ഒരു ഓടി കളിക്കുകയായിരുന്നു. അപ്പോൾ അതിനേക്കാൾ ലഹരിയുള്ളൊരു എൻവയോൺമെൻറ്റിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് അങ്ങനെ ഒരു അഡിക്ഷൻ മാറണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. സോ ഇപ്പോൾ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടെങ്കിൽ അതിനേക്കാൾ ലഹരിയുള്ള മറ്റൊരു സംഭവം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു.